So the first first of all Prandtl-Meyer equation, right? Prandtl-Meyer equation. So Prandtl-Meyer equation is a fundamental equation governing നമ്മൾ already governing equations അതിന്റെ ഒരു connected form ആണ്. Just അതിനൊക്കെ അതിൻ്റെ അകത്ത് derive ചെയ്ത് തരുന്ന ഒരു connected form ആണ് ഇത് Prandtl-Meyer equation. For equation is giving the ratio of it gives the relation between gas velocity before and after shock, right? Already പറഞ്ഞ പോലെ ഷോക്കിന്റെ അപ്സ്ട്രീം കണ്ടീഷനിലും ഡൗൺസ്ട്രീം കണ്ടീഷനിലുള്ള ഫ്ലൂയിഡിന്റെ ഫ്ലോ പാരാമീറ്റേഴ്സിൽ വരുന്ന വേരിയേഷൻ കണ്ടുപിടിക്കാനാണ് ഓരോ റിലേഷൻ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് Prandtl-Meyer relation gives the velocity relation between velocities before and after the shock. So equation is giving the ratio of fluid properties across the shock. We can derive the Prandtl-Meyer relations from basic governing equations like continuity, momentum, energy, and perfect gas equations, right? ഈ 4 ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ ഷോക്കിന്റെ ഗ്യാസ് വെലോസിറ്റീസ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കാൻ നോക്കാം. അതാണ് എന്ത് Prandtl-Meyer ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇന്ന് നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. ദീസ് ആർ ദ 3 basic governing equations from continuity, momentum, then momentum, then energy equations. Okay, rho1 v1 is equal to rho2 v2, that is equal to mass flux. P1 plus rho1 v1 square is equal to P2 plus rho2 v2 square equal to a constant. Then h1 plus v1 square by 2 equal to h2 plus v2 square by 2, that will be equal to h0. Okay, and in first two equations നമ്മൾ ratio എടുത്ത എന്ത് വരും? First one divided by second one എടുത്ത, okay, equation will become P1 by rho1 v1, sorry, second by 2 by 1 ആണ്. This is the second equation, this is the first equation. So 2 by 1 ആയിട്ട് എടുത്ത P1 by rho1 v1 plus P1 will be equal to P2 by rho2 v2 plus v2 എന്ന് വരും. Okay, 2 divided by 1 എടുത്ത P1 by rho1 v1 plus v1 is equal to P2 divided by rho2 v2 plus v2 വരും. ഇനി ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ് റിലേഷൻ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പി ബൈ റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ ടി അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു റോ ആർ ടി ആണ്. സോ അതിനകത്ത് പി ബൈ റോ എന്ന് പറയുന്നത് ആർ ടി ആണ്. സോ ഓൾറെഡി ഹിയർ വി ഹാവ് P1 by rho1 and ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ P2 by rho2. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ആർ ടി വൺ ഡിവൈഡ് ബൈ വി വൺ മൈനസ് ആർ ടി ടു ഡിവൈഡ് ബൈ വി ടു. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ P1 by rho1 ആർ ടി വൺ കൊടുക്കും. സോ ആർ ടി വൺ ബൈ വി വൺ വരും പ്ലസ് വി വൺ, ആർ ടി ടു ബൈ വി ടു പ്ലസ് വി ടു. സോ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എന്ത് വരും? ആർ ബൈ ടി വൺ ഇൻറ്റു വി ടു മൈനസ് ആർ ബൈ ആർ ടി വൺ ബൈ വി വൺ മൈനസ് ആർ ടി ടു ബൈ വി ടു ഈസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ. ആർ ടേംസ് വരുന്നതിനൊക്കെ ഒന്നിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് റിമൈനിങ് ടേംസിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്ത് എഴുതിയാണ്. ഞാൻ ഇതിന്റെ അകത്തേക്ക് ഞാൻ ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഗാമ അപ്ലൈ ചെയ്യുന്നു. സോ എന്ത് വരും? ഗാമ ആർ ടി വൺ divided by v1 minus gamma rt2 divided by v2 equal to gamma into v2 by v2 minus v1 വരും. ഓക്കെ, ഇവിടെ ഫുള്ള് ഇനി അങ്ങോട്ടേക്ക് കുറേ ഡെറിവേഷൻസ് ആണ് ചെയ്യാനുള്ളത്. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് ആ മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ. നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ കാണില്ല. ഓക്കെ, എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് മെജോറിറ്റി ഡെറിവേഷൻസ് ആണ് കുറേ നോക്കാനുള്ളത്. ഓക്കെ, ഗാമ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും വരെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഗാമ ആർ ടി വൺ ബൈ വി വൺ മൈനസ് ഗാമ ആർ ടി ടു ബൈ വി ടു ഈസ് ഈക്വൽ ടു ഗാമ ഇൻറ്റു വി ടു മൈനസ് വി വൺ വരും. സോ ഈ ഗാമ ആർ ടി വൺ എന്താ? നമ്മൾ വെലോസിറ്റി ഓഫ് സൗണ്ട് ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതാണ്. വി ആർ ഓൾറെഡി ലേൺ ദാറ്റ് എ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി. സോ ദെൻ വി വിൽ ഗെറ്റ് ഗാമ ആർ ടി വൺ എന്താവും? ഗാമ ആർ ടി വൺ വിൽ ബിക്കം a1 square. So a1 square divided by v1 minus gamma t2 will be a2 square. So a2 square by v2. So a1 square by v1 minus a2 square by v2 is equal to gamma into v2 minus v1.
ഇനി from the first module we have learned that h is equal to, ഇത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. h is equal to cp into t എന്നിട്ട് ഫോമിലേക്ക് എന്താൽപ്പിനെ എഴുതാന്ന്. അല്ലെങ്കിൽ ഒരു ബേസിക് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സബ്ജക്ട്സ് നമ്മൾ കഴിഞ്ഞ സെമ്മിലും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. h is equal to cpt. സോ cp എന്തായിരുന്നു? ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ. സോ അത് റീസബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് വരും? ഗാമ ആർ ബൈ ഗാമ മൈനസ് വൺ ഇൻറ്റു ടി. Okay, gamma rt will be, again it will become velocity of sound air square, so air square by gamma minus 1. Okay, so this is adiabatic energy equations. നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിച്ച കാര്യമാണ്. adiabatic energy equation നമ്മൾ എനർജി ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടിട്ട് വേറെ ഫോമാറ്റിലാക്കി എഴുതിയതാ. സ്റ്റാഗ്നേഷൻ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷനും വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാറ്റിക് കണ്ടീഷൻ കൂടി വെച്ചുള്ള റിലേഷൻ എടുത്തതാണ്. adiabatic energy equation നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ equal to h0 ആണ്. Okay, so equation will become a square by gamma minus 1 plus v square by 2 equal to a naught square by gamma minus 1. Okay, so ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു? എ സ്ക്വയറിന് ഒരു ഫോമാറ്റ് കണ്ടുപിടിച്ചു. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഈ റിലേഷൻ വെച്ചിട്ട് ഈ ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു, ദെൻ ഈ ഗാമ മൈനസ് വണ്ണും റൈറ്റ് ഹാൻഡ് സൈഡിൽ എടുത്ത ഫൈനലി a square will become, a square is equal to a naught square minus gamma minus 1 by 2 v square വരും. a square equal to a naught square minus gamma minus 1 by 2 v square. Then ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ ഈ a1 square by v1 minus a2 square by v2 is equal to gamma into v2 minus v1 ലേക്ക് a1ഉം a2നും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഈ വാല്യൂ ബേസ് ചെയ്തിട്ട്, ഈക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഫൈനലി എന്ത് വരും? a1 സ്ക്വയർ ഉണ്ടായത് എന്ത് വരും? a0 സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 by 2 v1 സ്ക്വയർ വരും. a2 സ്ക്വയർ ഉണ്ടായിരുന്ന സ്ഥലത്ത് a0 സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 by 2 v2 സ്ക്വയർ വരും. സോ a1 സ്ക്വയർ ഡിവൈഡ് ബൈ v1 എന്നുള്ളത് ഇങ്ങനെ വരും. a2 സ്ക്വയർ ഡിവൈഡ് ബൈ v2 will become in this form, then gamma into v2 minus v1, right? Gamma into v2 minus v1. ഇനി ഈ ഫോമാറ്റിന് ഈ ഡെറിവേഷൻ ഒക്കെ മുന്നേ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ഡെറിവേഷൻ. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നത്. എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡെറിവേഷൻസ് ഒക്കെയാണ് ഇനി എടുക്കാൻ പോകുന്നതെല്ലാം. പക്ഷെ സംഭവം വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഒരുപാട് കൺസെപ്റ്റും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ദ സിംപ്ലിഫൈങ് ആൻഡ് റീഅറേഞ്ചിങ് ദി ഇക്വേഷൻ വിൽ വേ ഗെറ്റ്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാം. ജസ്റ്റ് v1 ഒന്ന് എന്ത് ചെയ്തു? കോമൺലി a naught സ്ക്വയർ ബൈ v1 വന്നു. ദെൻ ഈ v1 ഈ ടേമിന്റെ ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കുമ്പോൾ ഗാമ മൈനസ് 1 by 2 ഒരു v1 ക്യാൻസൽ ആയി ഡിമൈനിങ് ഈസ് v1 ഓൺലി മൈനസ് a0 സ്ക്വയർ ബൈ v2 പ്ലസ് ഗാമ മൈനസ് 1 by 2 v2 വരും. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ടേം എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. സോ മൈനസ് ഗാമ ഇൻറ്റു v2 മൈനസ് v1 ഈക്വൽ ടു 0 വരും. ഇനി a naught സ്ക്വയറിന്റെ ടേമിനൊക്കെ കോമൺ ആയിട്ട് എടുത്താൽ എന്ത് വരും? a naught സ്ക്വയർ ഇൻറ്റു 1 by v1 മൈനസ് 1 by v2, a naught സ്ക്വയർ ഇൻറ്റു 1 by v1 മൈനസ് 1 by v2 പ്ലസ് ഗാമ മൈനസ് 1 by 2 ടേംസിനെ അറേഞ്ച് ചെയ്ത് എന്ത് വരും? ഗാമ മൈനസ് 1 by 2 ഇൻറ്റു v2 മൈനസ് v1 മൈനസ് v1 മൈനസ് ഓഫ് ഗാമ ഇൻറ്റു v2 മൈനസ് v1 വരും. ഇനി ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എന്ത് വരും? v2 മൈനസ് v1 ഡിവൈഡ് ബൈ v1 v2 എന്ന് വരും. സോ a naught സ്ക്വയർ ഡിവൈഡ് ബൈ v1 v2 ഇൻറ്റു v2 മൈനസ് v1 വന്നു. സോ സിമിലർലി ഈ ഇക്വേഷൻ്റെ അകത്ത് v2 മൈനസ് v1 രണ്ടിലും കോമൺ ആണല്ലോ, അത് രണ്ടിനും എടുത്ത് പുറത്തേക്ക് കിട്ടും. സോ അന്ന് അറേഞ്ച് ചെയ്ത് എന്ത് വരും? ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ 2 മൈനസ് ഗാമ ഇൻറ്റു v2 മൈനസ് v1. സോ a naught സ്ക്വയർ ബൈ v1 v2 ഇൻറ്റു v2 മൈനസ് v1 പ്ലസ് ഗാമ മൈനസ് 1 by 2 മൈനസ് ഗാമ ഇൻറ്റു v2 മൈനസ് v1. രണ്ടിലും എന്തുണ്ട്? കോമൺ ആയിട്ട് v2 മൈനസ് v1 ഉണ്ട്. സോ v2 മൈനസ് v1 കോമൺലി ഔട്ട് സൈഡ് എടുത്താൽ എന്ത് വരും? a naught സ്ക്വയർ ഡിവൈഡ് ബൈ v1 v2 മൈനസ് ഇതിന് വരുന്ന ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതിയ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഗാമ മൈനസ് 1 മൈനസ് 2 ഗാമ ഡിവൈഡ് ബൈ 2 വരും. ഫൈനലി ഇറ്റ് വിൽ ബിക്കം ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 വരും. സോ v2 മൈനസ് v1 ഇൻറ്റു a naught സ്ക്വയർ
into A naught square by V1 V2 minus gamma plus 1 by 2 equal to 0. ഇനി ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ ഈ ഇക്വേഷൻ അതായത് നമുക്ക് രണ്ട് ഫോമാറ്റ് വന്നു. ഒന്നിക്ക് V2 മൈനസ് V1 എന്നുള്ള ടേം 0 ആയിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ കിട്ടും. അല്ലെങ്കിൽ ഈ രണ്ട് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയിരിക്കണമല്ലോ. ആ തരത്തിൽ നോക്കുമ്പോൾ രണ്ട് സൊല്യൂഷൻ വരാം നമുക്ക്. ഒന്നുകിൽ V2 മൈനസ് V1 എന്നുള്ള ടേം 0 ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? V2 ഈക്വൽ ടു V1 കിട്ടും. അല്ല ഈ A naught സ്ക്വയർ ബൈ V1 V2 മൈനസ് ഗാമ പ്ലസ് 1 by 2 ആണ് 0 ആയിട്ട് എടുത്താൽ another solution കിട്ടും. So on solving that equation, we will get two solutions. First one is V1 equal to V2. അതായത് V1 minus V2 എന്നുള്ള ടേം 0 എടുത്താൽ അതർ പാർട്ട് 0 എടുത്ത് എന്ത് വരും? V1 V2 is equal to 2 A naught square by gamma plus 1 വരും. 2 A naught square by gamma plus 1. ഇതിനകത്ത് ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഷോക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുന്ന സൊല്യൂഷൻ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആവശ്യമില്ല ശരിക്കും. So first solution satisfies the condition for continuous flow. This continuity equation like satisfying, but without any discontinuity, right? Without any discontinuity means there will not be any shock formation. Okay, so that means finally the velocity, initial velocity same aanengil it will be in a continuity equation like satisfied, but without any discontinuity. That means shock exist in the condition undavunna oru solution alla V1 equal to V2. Then second solution satisfies for basic equation, but there is a discontinuity in the flow. That means shock exist ചെയ്യുന്ന കണ്ടീഷനിൽ 4 ബേസിക് ഗവേണിംഗ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യാവുന്ന കണ്ടീഷൻ ആണ് എന്ത്? V1 V2 is equal to 2 A naught square divided by gamma plus 1. V1 V2 is equal to 2 A naught square divided by gamma plus 1. Then ഈ A2 A naught square by gamma plus 1 നമുക്ക് A star square എന്ന് എഴുതാൻ പറ്റും based on energy equation വെച്ചിട്ട്. Based on energy equations വെച്ചിട്ട് we can write it as A star square. ഇത് നമ്മൾ ഇതൊക്കെ ഫസ്റ്റ് മുന്നേയുള്ള ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. A star square is equal to, അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ടിനൊക്കെ നമ്മൾ ഓരോ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. റഫറൻസ് വെലോസിറ്റീസ് പറയുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. സോ A star square is equal to എന്തായിരിക്കും? 2 A naught square by gamma plus 1 ആയിരിക്കും. സോ അതിന് കോറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? അടുത്ത ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് സൊല്യൂഷനിലേക്ക് V1 into V2 ഈക്വൽ ടു എന്ത് കൊടുക്കും? A star square കിട്ടും. This is the one form of Prandtl-Meyer relation. V1 V2 is equal to A star square. Okay, this is the first form of Prandtl-Meyer relation. V1 V2 is equal to A star square. Okay, V1 V2 is equal to A star square. ഇനി വേറൊരു ഫോമാറ്റിൽ എഴുതാൻ പറ്റില്ല. നോർമൽ ഷോക്കിന്റെ കേസിൽ Prandtl-Meyer relation ഫസ്റ്റ് ഫോം ആണ് അത് പറഞ്ഞു. ഇനി ഈ A star സ്ക്വയറിന് ക്രിട്ടിക്കൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അത് എല്ലാ കണ്ടീഷനിലും സെയിം ആയിരിക്കുമല്ലോ. A1 സ്റ്റാർ ആയാലും ശരി, A2 സ്റ്റാർ ആയാലും എല്ലാം A star ആണ്. So we can write as A star is equal to A1 star equal to A2 star. Okay, A1 star is equal to A2 star. So അങ്ങനെ വരുമ്പോൾ എന്ത് വരും? V1 V2 equal to A1 star into A2 star ആയിരുന്നു ഉണ്ടാവുക. ഈ റിലേഷനിലേക്ക് V1 V2 is equal to A1 star into A2 star എന്ന് വരും. സോ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എന്ത് വരും? V1 by A1 star into V2 by A2 star will be equal to 1. V1 by A1 star into V2 by A2 star will be equal to 1. V1 by A1 star എന്ന് പറയുന്നത് M1 star ആണ്. ഇതും സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലോട്ട് പറഞ്ഞതാണ്. റഫറൻസ് മാക് നമ്പർ, അതായത് ക്രിട്ടിക്കൽ പൊസിഷനിലുള്ള ത്രോട്ട് പൊസിഷനിലുള്ള മാക് നമ്പർ എല്ലാം M star എന്ന് പറഞ്ഞിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ക്ലാസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂളിൽ. So V1 by A1 star is equal to എന്താണ്? M1 star. Then V2 by A2 star is equal to M2 star. So M1 star into M2 star will be equal to 1. So this is the second form of Prandtl-Meyer relation. Okay, so these are the two forms. First one is V1 V2 is equal to A star square. First one is V1 V2 is equal to A star square, and second one is M1 star into M2 star equal to 1. Okay, so this Prandtl-Meyer relation will give the relation between velocities before shock wave and velocity after shock wave flow stream. Okay, right?
shock. ഇന്നലെ പറഞ്ഞാണ് ഷോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ വേവ് ആണ്. ആക്ച്വലി ഇത് ഓൾവേസ് ഇറ്റ് ഒക്കേഴ്സ് ഫ്രം സൂപ്പർസോണിക് ഫ്ലോ നിന്ന് സബ്സോണിക് ഫ്ലോയിലേക്കുള്ള ട്രാൻസ്ഫറിന്റെ കേസിൽ മാത്രമേ എന്ത് നടക്കും, നോർമൽ ഷോക്ക് ഒക്കർ ചെയ്യും. റിവേഴ്സ് ആണെന്ന് പറയുന്നത് പോസിബിൾ, അതായത് സബ്സോണിക്കിൽ സൂപ്പർസോണിക്കിലേക്ക് പോസിബിൾ അല്ല. കാരണം സബ്സോണിക് സൂപ്പർസോണിക്കിലേക്ക് പോകുമ്പോൾ അത് എക്സ്പാൻഷൻ പ്രോസസ്സിലേക്ക് മാറി. സോ എക്സ്പാൻഷൻ പ്രോസസ്സിൽ ഇന്നലെ പറഞ്ഞതാണ് അഡിയാബാറ്റിക് ഇക്വേഷൻസിൽ അഡിയാബാറ്റിക് പ്രോസസ് പോസിബിൾ അല്ല എൻട്രോപ്പി ഇൻക്രീസ് ഡിക്രിമെന്റിന്റെ കേസിൽ. ജസ്റ്റ് ഇന്നലെ പറഞ്ഞത് കാരണം വയലേഷൻ ഓഫ് ഇറ്റ് വിൽ ബിക്കം എ വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഓൾവേസ് ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ജസ്റ്റ് ഓൾവേസ് നോർമൽ ഷോക്ക് വിൽ occur when flow turns from supersonic to subsonic. നമ്മൾ കൺവേർജൻ ഡൈവേർജൻ നോസിന്റെ കേസിൽ പറഞ്ഞത് തന്നെയാണ്. അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സൂപ്പർസോണിക്കും സബ്സോണിക്കിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന സമയത്താണ് എന്തുണ്ടാകുന്നത്, സൂപ്പർസോണിക്കിന് സബ്സോണിക്കിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന സമയത്താണ് നോർമൽ ഷോക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഇസ് ദ പ്രാൻഡിൽ മേയർ റിലേഷൻ. ഇത്രയും കാരണം കാര്യങ്ങൾ മനസ്സിലായനോ, ആ ഡെറിവേഷൻസ്. ഹലോ, ഹലോ സാർ. ഇത്രയും നേരം പറഞ്ഞ കാര്യം മനസ്സിലായി അഭിരാമ? ആ സാർ മനസ്സിലായി. ഓക്കെ, 21 ആള്. ബാക്കി ലോഡറൊക്കെ അവിടെ കുറെ ആൾ ആബ്സെന്റ് ആണ് ഇന്ന്. എക്സാം ആണ്. ഓക്കെ, സപ്ലൈ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. Then അത് ക്ലിയർ ആയനല്ലോ. ദാറ്റ് ഈസ് പ്രാൻഡിൽ മേയർ റിലേഷൻ. Then second one is Mach number downstream of normal shock. അതായത് നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്, നമ്മള് വെലോസിറ്റി ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ, അതായത് അപ്സ്ട്രീമും ഡൗൺസ്ട്രീം. അപ്സ്ട്രീം മീൻസ് എൻട്രി കണ്ടീഷൻ, ഡൗൺസ്ട്രീം മീൻസ് എക്സിറ്റ് കണ്ടീഷൻ. ഓക്കെ, സോ അപ്സ്ട്രീം ഡൗൺസ്ട്രീം കണ്ടീഷനിലെ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻസ് ആണ് കണ്ടുപിടിച്ചത്. ഈ ഫൈനൽ റിലേഷൻ ഒക്കെ നമ്മൾ ഫൈനൽ റിലേഷൻ മാത്രം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ഫൈനൽ റിലേഷൻ മാത്രം ഡാറ്റാ ബുക്കിലായിരിക്കും ഗ്യാസ് ടേബിളിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ നോക്കുന്നത് ഇതുപോലെ ഉള്ള ഫ്ലോ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇനി അങ്ങോട്ടേക്കുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ പറയുന്നത് മാക് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, മാക് നമ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഓരോ ഫ്ലൂയിഡ് ഫ്ലോ പാരാമീറ്റർ, ടെമ്പറേച്ചർ ആയാലും പ്രഷർ ആയാലും ഡെൻസിറ്റി ആയാലും ഒക്കെ പറയാൻ പോകുന്നത് ഇനി മാക് നമ്പറിന് റിലേറ്റഡ് ആണ്. സോ വി നീഡ് ടു ഫൈൻഡ് ഔട്ട്, സപ്പോസ് ഇനീഷ്യൽ മാക് നമ്പർ നമുക്ക് അറിയുകയാണെങ്കിൽ ഫൈനൽ മാക് നമ്പർ വി ഹാവ് ടു നോ, റൈറ്റ്? വി നീഡ് ടു നോ if you are know the initial Mach number. M1 കണ്ടീഷൻ നമുക്ക് അറിയുകയാണെങ്കിൽ M2 കണ്ടീഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, എക്സിറ്റ് കണ്ടീഷനിലുള്ള മാക് നമ്പർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻസ് ആണ് ഇനി ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, so like any other flow problems, the analysis of normal shock phenomena involves the prediction of flow parameters. It involves generating equations to get the flow parameters downstream of a normal shock when the flow parameters upstream of the shock are known. അതായത് അപ്സ്ട്രീം കണ്ടീഷനിലെ പാരാമീറ്റേഴ്സ് നമുക്ക് അറിയാമെങ്കിൽ ഡൗൺ സ്ട്രീമിലെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് ഇനി ഞങ്ങൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞു തന്നെയാണ്. സോ വെൻ ദി സിറ്റുവേഷൻ ലീഡിംഗ് ടു നോർമൽ ഷോക്ക് ഈസ് നോൺ, then relationship for predicting the Mach number of downstream of a normal shock from the upstream Mach number and vice versa is much more important in the shock problem. So relationship is not simple as relationship of velocity as given by Prandtl-Meyer relations. So based on Prandtl-Meyer, for perfect gas relation between two Mach numbers can be obtained from Prandtl-Meyer relation. Okay, so any കണ്ടുപിടിക്കാൻ തോന്നുന്നത് സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഡൗൺസ്ട്രീം മാക് നമ്പറിന് അപ്സ്ട്രീം മാക് നമ്പർ ആയിട്ടുള്ള റിലേഷൻ. Now we have to find out the downstream Mach number. Okay, അതായത് എക്സിറ്റ് കേസിൽ എന്ത് വരും, നോർമൽ ഷോക്ക് കഴിഞ്ഞിട്ട് പോകുന്ന ഫ്ലൂയിഡ് ഫ്ലോന്റെ പാരാമീറ്റേഴ്സ്, അതിൽ മാക് നമ്പർ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. സോ ഇനീഷ്യലി we have V1 V2 is equal to A star square from Prandtl-Meyer relation, അല്ലെങ്കിൽ it is equal to 2 A naught square divided by gamma plus 1. Okay, 2 A naught square divided by gamma plus 1. ഇനി മാക് നമ്പറിന്റെ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, V is equal to M root of gamma RT. Okay, so A0 is equal to root of gamma RT 0 വരും.
V is equal to m into root of gamma RT. കാരണം V by gamma RT ആണ്, V by root of gamma RT ആണ് m. അതിൽ A0 equal to gamma R T0, that is velocity of sound at stagnation condition. ഇനി ഇതിനെ മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V1 V2 എന്നുള്ള കേസിലേക്ക് m1 root of gamma R T1, V2 എന്ന് പറയുന്നത് എന്താവും m2 root of gamma R T2 വരും. അതുപോലെ 2 a0 square എന്ത് വരും gamma R T0 വരും അല്ലേ. 2 so m1 root of gamma R T1 into m2 root of gamma R T2 is equal to 2 gamma R T0, 2 gamma R T0 divided by gamma plus 1. ഇനി ഇതിന്റെ അന്ന് gamma R into gamma R എന്താ, സോറി root of gamma R into root of gamma R എന്ന് പറയുന്നത് gamma R ആണ്. So both sides എന്തുണ്ട്, left hand side we have gamma R and right hand side also. So we can cancel from both LHS and RHS. So final equation will become m1 m2 into root of t1 t2 will be equal to m1 m2 into root of t1 t2 is equal to 2 t0 divided by gamma plus 1. 2 t0 divided by gamma plus 1. ഇനി m1 m2 നെ മാത്രം എടുത്ത് എഴുതുന്നത് വരും m1 m2 is equal to 2 by gamma plus 1. m1 m2 is equal to 2 divided by gamma plus 1 into t0 divided by root of t1 t2. t0 divided by root of t1 t2. ജിഷ്ണു ഉണ്ടോ ക്ലാസ്സിൽ? ജിഷ്ണു ഓക്കെ. ജിഷ്ണു ഇന്നലത്തെ വീഡിയോ ചെക്ക് ചെയ്തിനാ നീ? അത് ഞാൻ ഇന്നലെ ഇട്ടിന്. ഓക്കെ, നീ അല്ലേ എന്നോട് ചോദിച്ചത്? അല്ല, ഞാൻ യൂട്യൂബിലേക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഇന്നലെ എടുത്ത വീഡിയോ. ഓക്കെ ഓക്കെ. So m1 m2 is equal to എന്ത് വരും 2 by gamma plus 1 into t0 divided by root of t1 t2. ഇനി നോർമൽ ഷോക്കിന്റെ കേസിൽ സ്റ്റാഗ്നേഷൻ എന്താൽപ്പി h01 will be equal to h02 equal to h0 കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ t01 equal to t02 equal to t0. സോ സ്റ്റാഗ്നേഷൻ എന്താൽപ്പിയും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും നോർമൽ ഷോക്കിന്റെ കേസിൽ. ഇത് ഡിറൈവ് ഫ്രം സിമ്പിൾ എനർജി ഇക്വേഷൻ. നമ്മൾ ബേസിക് എനർജി ഇക്വേഷൻ അന്ന് ഡിറൈവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ജസ്റ്റ് ഇത്രയോ, അത് നിങ്ങൾ ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത്രയും ഓർത്ത് വെച്ചാൽ നിങ്ങൾ h01 equal to h02 ആയിരിക്കും, t01 equal to t02 ആയിരിക്കും. ഓക്കെ, സോ t01 t02 ആയിരിക്കുന്ന കേസിൽ എന്തായിരിക്കും, നമ്മൾ ഈ t0നെ റൂട്ട് ഓഫ് t01 into root of t02 ആയിട്ട് എഴുതി. റൈറ്റ്. സോ m1 m2 is equal to 2 by gamma plus 1 root of കോമൺ റൂട്ട് ഇട്ടുണ്ട്, എല്ലാം റൂട്ട് ഉണ്ടല്ലോ. അപ്പൊ റൂട്ട് ഓഫ് t01 divided by t1 into t02 by t2 വരും. ഓക്കെ, m1 m2 is equal to 2 by gamma plus 1 square root of t01 by t1 into t02 by t2. ഇനി t01 by t1 നമുക്ക് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ട്, മാക് നമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടിയും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി we have a relation, right? That is 1 plus gamma minus 1 divided by 2 into m square. t1 ന്റെ കേസിലാണെങ്കിൽ m1 square. Okay, then equation will become m1 m2 is equal to 2 by gamma plus 1 root of 1 plus gamma minus 1 by 2 m1 square. That is t01 by t1. 1 plus gamma minus 1 by 2 m1 square. And t02 by t2 എന്ത് വരും 1 plus gamma minus 1 divided by 2 m2 square എന്ന് വരും. Clear? m1 m2 is equal to 2 by gamma plus 1 root of 1 plus gamma minus 1 by 2 m1 square into 1 plus gamma minus 1 by 2 m2 square. So this is the basic relation connecting m1 and m2. ഇതാണ് ഏറ്റവും ജനറൽ ഫോർമാറ്റ് ഇക്വേഷൻ, റൈറ്റ്? m1 m2 is equal to ഇല്ല ഈ ഇക്വേഷൻ. പക്ഷെ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു കുറച്ചുകൂടി. നമ്മളെ ന്യൂമറിക്കൽ നമ്മളെ മാത്തമാറ്റിക്കലി ഉള്ള പ്രോബ്ലംസിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനെ കറസ്പോണ്ടിംഗ്ലി ഒന്നുകൂടി ഒന്ന് സോൾവ് ചെയ്തെടുക്കും. m2 ഈക്വൽ ടു എന്നുള്ള ടേമിലേക്ക്, ഡൗൺ സ്ട്രീം മാക് നമ്പറിന്റെ ടേംസിലേക്ക് മാത്രമാക്കി എടുക്കും, റൈറ്റ്? സോ ആ ഫൈനൽ ഇക്വേഷനിലൊക്കെയാണ്, ന്യൂമറിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൈനൽ ഇക്വേഷൻ ഒക്കെയാണ് എന്തിലുണ്ടാകുക, ഗ്യാസ് ടേബിൾസിൽ ഉണ്ടാക്കുക. സോ ഇതിനെ ഒന്ന് ഫർദർ സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ വരും
m1 ഈ രണ്ട് ഭാഗത്തും എന്ത് ചെയ്തു സ്ക്വയർ ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇനീഷ്യലി ഒന്ന് സ്ക്വയർ ചെയ്തു എന്ത് വരും m1 സ്ക്വയർ m2 സ്ക്വയർ ഈക്വൽ ടു 4 ഡിവൈഡ് ബൈ ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ അതിന്റെ സ്ക്വയർ റൂട്ട് ഉണ്ടായത് സ്ക്വയർ റൂട്ട് അങ്ങ് പോകും സോ 2 പ്ലസ് ഗാമ മൈനസ് 1 m സ്ക്വയർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് ആ സ്റ്റെപ്പ് ഡയറക്റ്റ് എഴുതിയാണ് ഇതിനെ സ്ക്വയർ ചെയ്ത് m1 സ്ക്വയർ m2 സ്ക്വയർ വരും ഇത് 4 ബൈ ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ വരും ഇത് സ്ക്വയർ ചെയ്ത് സ്ക്വയർ റൂട്ട് അങ്ങ് പോകും സ്ക്വയർ റൂട്ട് പോകുന്നതിനൊപ്പം തന്നെ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്ത് 2 പ്ലസ് ഗാമ മൈനസ് 1 m1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് ഗാമ മൈനസ് 1 m2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആ റിലേഷൻ ആണ് ഇവിടെ എടുത്ത് എഴുതിയത് ഓക്കെ ഇതിനെ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരികയാണ് ഈ ഗാമ പ്ലസ് 1 എന്ത് ചെയ്തു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ m1 സ്ക്വയർ m2 സ്ക്വയർ ദെൻ ഈ 2 into 2 ഈ 4ഉം കൂടി ക്യാൻസൽ ചെയ്ത് എഴുതി അത് രണ്ടും കൂടി ക്യാൻസൽ ആയ റിമൈനിങ് ടേംസ് എന്ത് വരും ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം 2 into ഗാമ മൈനസ് 1 m2 സ്ക്വയർ അതായത് റിമൈനിങ് ടേംസ് ഉണ്ടാവും 2 പ്ലസ് ഗാമ മൈനസ് 1 m1 സ്ക്വയറും 2 പ്ലസ് ഗാമ മൈനസ് 1 m2 സ്ക്വയറും ഇതിനെ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാണ് ഒരുപാട് ആലോചിക്കാവുന്നില്ല ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലേക്ക് എഴുതി കൊണ്ടുവരിക എന്നുള്ളത് കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഓക്കെ സോ അതായത് 2 into 2 4 2 into ഗാമ മൈനസ് 1 m2 സ്ക്വയർ then 2 into ഗാമ മൈനസ് 1 m1 സ്ക്വയർ then ഈ രണ്ട് ടേം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ m1 സ്ക്വയർ into m2 സ്ക്വയർ എന്ന് വരും ഈ രണ്ട് ടേം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ so finally equation will 4 plus 2 into gamma minus 1 into m1 square plus 2 into gamma minus 1 m2 square plus gamma minus 1 whole square m1 square into m2 square എന്ന് വരും റൈറ്റ് ഇനി ഇവിടെ m1 സ്ക്വയർ m2 സ്ക്വയറിന്റെ ഒരു ടേം ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലും അങ്ങനെ ഒരു ടേം ഉണ്ട് സോ അതിന് രണ്ടിനും കൂടി ഒന്നിച്ചെടുത്ത് എന്ത് വരും ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഇതിന്റെ ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു m1 സ്ക്വയർ ഇൻറ്റു m2 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു 4 plus 2 into gamma minus 1 m1 square plus 2 into gamma minus 1 m2 square right ഇനി ഈ ഒരു ഫോമാറ്റിൽ ഇത് ഏത് ഫോമാറ്റിൽ ഇത് ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ നമുക്ക് എന്ത് എഴുതാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമാറ്റിൽ ഇക്വേഷനില് എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ A plus B into A minus B. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ ഒരു ഫോമാറ്റിലേക്ക് ഇതിനെ എഴുതി എന്ത് വരും ഗാമ പ്ലസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1 സോറി ഗാമ പ്ലസ് 1 പ്ലസ് ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ പ്ലസ് 1 മൈനസ് ഗാമ മൈനസ് 1 അതായത് എ എന്നുള്ളത് ഗാമ പ്ലസ് 1ഉം ബി എന്നുള്ളത് ഗാമ മൈനസ് 1ഉം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോമാറ്റിൽ എഴുതിയ ഫൈനലി റിമൈനിങ് ടേം വിൽ ബി 4 ഗാമ ഓക്കെ അത് സംശയമാണോ ഒന്ന് എഴുതി നോക്കിയാൽ മതി ഫൈനലി ഇക്വേഷൻ വിൽ ബി റിമൈനിങ് ടേം എന്ന് പറയുന്നത് 4 ഗാമ ആയിരിക്കും സോ ഇക്വേഷൻ വിൽ ബിക്കം 4 ഗാമ m1 സ്ക്വയർ m2 സ്ക്വയർ ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് m2 ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ ടേമിനെ എടുത്ത് കൊണ്ടുവരുന്നു ഇങ്ങോട്ട് സോ എന്ത് വരും മൈനസ് 2 ഇൻറ്റു ഗാമ മൈനസ് 1 m2 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെയാണ് സോറി റൈറ്റ് ഹാൻഡ് സൈഡിൽ റിമൈനിങ് ടേംസ് അവിടെ തന്നെ എഴുതി 4 പ്ലസ് 2 ഇൻറ്റു ഗാമ മൈനസ് 1 m1 സ്ക്വയർ ഇനി ഇതിൽ നിന്ന് കോമൺ ആയിട്ട് m2 പുറത്തെടുത്തു അല്ലെങ്കിൽ m2 സ്ക്വയർ പുറത്തെടുത്ത് എഴുതി എന്ത് വരും 4 ഗാമ m1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഗാമ മൈനസ് 1 ദെൻ ഈ ടേമിന് എന്ത് ചെയ്തു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു സോ ഫൈനലി m2 സ്ക്വയർ ഈസ് ഈക്വൽ ടു m2 സ്ക്വയർ ഈക്വൽ ടു 4 പ്ലസ് 2 ഇൻറ്റു ഗാമ മൈനസ് 1 m1 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഗാമ m1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ഗാമ മൈനസ് 1 ഇനി ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു ന്യൂമറേറ്ററിലും ഡിനോമറേറ്ററിലും ഈ 2 ഇൻറ്റു ഗാമ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 ഇൻറ്റു ഗാമ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഈ ഫസ്റ്റ് ടേമിന് എന്ത് ചെയ്തു 4 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഗാമ മൈനസ് 1 എന്നാൽ 2 ഡിവൈഡ് ബൈ ഈ 2 2 ക്യാൻസൽ ആവും 2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 വരും അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് എന്ത് വരും m1 സ്ക്വയർ വരും 2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 പ്ലസ് m1 സ്ക്വയർ പിന്നെ അത് എന്ത് വരും ഗാമ 2 ഗാമ 4 ഗാമ ബൈ m1 സ്ക്വയറിനെ ഡിവൈഡ് ചെയ്തു 2 ബൈ 2 ഇൻറ്റു ഗാമ മൈനസ് 1 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 m1 സ്ക്വയർ മൈനസ് 1 വരും സോ ഫൈനലി m2 സ്ക്വയർ ഈസ് ഈക്വൽ ടു
2 divided by gamma minus 1 plus m1 square divided by 2 gamma divided by gamma minus 1 m1 square minus 1. ഇതാണ് ഫൈനലിയിലെ ഡൗൺ സ്ട്രീം മാക് നമ്പർ ഓഫ് എ നോർമൽ ഷോക്ക്. സോ ഇൻലെറ്റ് മാക് നമ്പർ നമുക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ downstream Mach number or exit Mach number after passing through a normal shock of a fluid flow, right? We can find out this m2 value from this relation. Okay, ഈ റിലേഷനുകൾ ബൈ ന്യൂമറിക്കൽ പ്രോബ്ലംസിന് വേണ്ടിയാണെങ്കിൽ ഇതിന് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ടേബിൾ ഉള്ളവർക്ക്, ഗ്യാസ് ടേബിൾ കയ്യിലുള്ളവർക്ക് അത് നോക്കി എഴുതാവുന്നതാണ്. അതിനകത്ത് ഈ റിലേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. m2 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എക്സ് ആൻഡ് വൈന്റെ ടേംസിലാക്കി ഇത് y ആണെങ്കിൽ my സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 by gamma minus 1 plus mx square divided by 2 gamma by gamma minus 1 into mx square minus 1 എന്നുള്ള ഫോർമുലയിലായിരിക്കും ഗ്യാസ് ടേബിളിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ? ഈ രണ്ട് റിലേഷൻസ് പറഞ്ഞു മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? Yes, sir. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ആയില്ലേ, ടൈം ആയില്ലേ? ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു ഒന്ന്, ഒരു സെക്കൻഡ്. അഭിരാം. sir. Then Abin Joshi. Abin Joshi. Abin Joshi la Adarsh. Present, sir. Akshay K. Present, sir. Alvin Thomas. Present, sir. Amal KP. Present, sir. Amal K. Santosh. Amaliam. നീ കറക്റ്റ് അബിൻ ജോഷി, ഇത് മൈക്കിന്റെ പ്രശ്നമാണോ എല്ലാ ദിവസവും ഇതാണല്ലോ എനിക്ക്? ഓക്കെ, അമല്യം. അമലമില്ല. ഓക്കെ, അനന്തു. അനന്തു. അനുരാഗ്. ആശ്രയ്. Present, sir. അശ്വിൻ. Present, sir. ഭഗത്. ദിജിൻ. ഫസിയുദ്ദീൻ. ജിജോ. ജിജോ. ജിതിൻ. Present, sir. കാർത്തികേയൻ. കാർത്തികേയൻ. മൃദുൽ. മൃദുൽ. Exam, sir. ഓക്കെ, Exam. രാഹുൽ. Sir. സൂരജ്. Exam. Exam. സൗരവ്. Present, sir. ശ്രീരാഗ്. Exam. വൈശാഖ്. Present, sir. വൈഷ്ണവ്. Present, sir. വൈഷ്ണവ് പി കെ. Exam. വസീം. Present, sir. തിനിൽ. ജിഷ്ണു. Present, sir. ജിഷ്ണു മോഹൻ. ജിഷ്ണു മോഹൻ. Present, നിഖിൽ. sir. എവിടെടാ പോയി നീ? Sir. എവിടെ പോയി ഇത്രയും നേരം? നിഖിൽ. നിഖിൽ. Sir, I am present, sir. ആ ഓക്കെ. രോഷിത്. Present, sir. വിഷ്ണു എ പി. Present, sir. തേജസ്. Exam. Sir, exam. ആകാശ്. On exam. അഭിനവ്. Present, sir. ഗോകുൽ. Present, sir. സച്ചിൻ. സച്ചിൻ. ഓക്കെ,
മക്കളെ ഫീസിന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവല്ലോ, ഫീ അടക്കാത്ത കൂട്ടർക്ക് ആബ്സെന്റ് ഇടാനാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, പരമാവധി എല്ലാവരും അടക്കാനുള്ള പെൻഡിങ് ഫീസ് അടച്ചു തീർക്കുക. ഓക്കേടാ, എന്നാ ശരി, എന്നാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ.